പള്ളിക്കുന്ന് പെട്രോൾ ടാങ്കിലെ ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പമ്പ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. കസേരക്ക് പകരം മറ്റെന്തെങ്കിലും കൊണ്ടുവന്നുള്ള സമരത്തിന് അധികൃതർ പ്രേരിപ്പിക്കരുത്, ചോർച്ച പരിഹരിക്കും വരെ പമ്പ് പ്രവർത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളിക്കുന്നിൽ പെട്രോൾ പമ്പിന് മുന്നിൽ ബിജെപി നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിനോദ് കുമാർ. പള്ളിക്കുന്ന് ജയ്ജവാൻ റോഡിലെ കിണറുകളിൽ പരിശോധിച്ച വെള്ളത്തിലെല്ലാം അതീവ ഗുരുതരമായ രീതിയിൽ പെട്രോൾ ഡീസൽ അംശം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. ജയിലിന്റെ കിണറ്റിൽ അടക്കം ഡീസലിന്റെ അംശം ഉണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്കും IOCക്കും നേരത്തെ തന്നെ നൽകിയതാണ്. എന്നിട്ടും ശക്തമായ നടപടി ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമാണെന്നും കെ വിനോദ് കുമാർ പറഞ്ഞു. ടാങ്ക് കാലിയാക്കാതെ ഇത് പൂർണ്ണമായും പരിശോധിക്കാൻ കഴിയില്ല. ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറും. കസേരയെടുത്താണ് ഇപ്പോൾ സമരത്തിന് പ്രവർത്തകർ വന്നത്. കസേരയ്ക്ക് പകരം മറ്റെന്തെങ്കിലും എടുത്ത് ഉപരോധം നടത്തിക്കരുതെന്നും കെ വിനോദ് കുമാർ മുന്നറിയിപ്പ് നൽകി. സ്വാഭാവികമായും നടപടി വേണ്ടുന്നത് അതിനുള്ള ലീക്ക് എത്രയും പെട്ടെന്ന് അടച്ച് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ടാങ്ക് കാലിയാവണം. അപ്പോ ഈ പെട്രോളും ഡീസലും ഇവിടെ നടക്കുന്ന ടാങ്ക് ബാരൽ അത് കാലിയാക്കുക എന്നുള്ളതാണ് അടിയന്തരമായും ചെയ്യേണ്ടത്. അത് കാലിയാക്കിയിട്ട് വേണമായിരുന്നു ഇതിന്റെ റിപ്പയർ വർക്ക് ചെയ്യണം. ഉപരോധത്തിന് വേണ്ടി കസേരയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. നാളെ ഞങ്ങൾ കസേരയ്ക്ക് പകരം വേറെ എന്തെങ്കിലും എടുത്ത് ഇങ്ങോട്ടേക്ക് ഉപരോധത്തിന് വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. കസേര എടുത്ത് നാം സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കസേരയുമായി സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ കസേരയ്ക്ക് പകരം നാളെ മറ്റെന്തെങ്കിലും എടുത്ത് ഈ സമര പന്തലിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അത് ഓയിൽ കോർപ്പറേഷന്റെ ആളുകൾ, ജയിൽ അധികൃതർ ഇവരൊക്കെ പരിശ്രമിക്കണം. അതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശുദ്ധജലം കുടിച്ച് ജീവിക്കാമെന്ന് കളക്ടറും കരുതേണ്ടെന്നും വിനോദ് കുമാർ പറഞ്ഞു. ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടവർ ആരാണോ അവർ അടിയന്തരമായും ഇതിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അങ്ങനെ കളക്ടർ അവിടെ സുഖമായി ഇരുന്ന് ശുദ്ധമായ വെള്ളം കുടിച്ച് കളക്ടറേറ്റ് ബംഗ്ലാവിലും ജീവിക്കാമെന്ന വിചാരം വേണ്ട. ഇവിടുത്തെ ആളുകളെ പെട്രോളും ഡീസലും കലർന്ന വെള്ളം കുടിപ്പിക്കുകയും കളക്ടർ അവിടെ ശുദ്ധമായ വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് എന്നുള്ള ധാരണ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർക്കും വേണ്ട. ADM വിളിച്ച യോഗത്തിൽ ടാങ്ക് പരിശോധിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് കൗൺസിലർ ദീപ്തി വിനോദ് പറഞ്ഞു. അതുവരെ പുതിയ സ്റ്റോക്ക് പമ്പിൽ എത്തിക്കില്ലെന്നും വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു നൽകാമെന്നും IOC ഉറപ്പു നൽകിയതായും ദീപ്തി വിനോദ് പറഞ്ഞു. ഇനി പെട്രോളും ഡീസലും ഇനി ഇറക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു. അതുപോലെ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് അത് തീരുന്നത് വരെ പ്രവർത്തിച്ചിട്ട് അത് അടച്ചു പൂട്ടിയിട്ട് അതിൻ്റെ ലീക്ക് എവിടുന്നാന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ കിണറുകളും പരിശോധിക്കാമെന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം വെള്ളത്തിന് സംശയം തോന്നിക്കുന്ന വീട്ടുകാരും കാണും. അവരുടെ കിണറുകളും പരിശോധിക്കാമെന്നുള്ള തീരുമാനം 10-25ഓളം കിണറുകളുണ്ടെങ്കിലും അത് പരിശോധിക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ റിസൾട്ട് വരാൻ കുറച്ച് താമസം എടുക്കും. അത് നോക്കാതെ തന്നെ എല്ലാ കിണറുകളും വറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ അംശങ്ങൾ എല്ലാ കിണറ്റുകളിലും ചെല്ലുന്ന ഒരു ഇതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള മഴക്കാലം എന്തായാലും അതുണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോൾ ഒക്കെ എല്ലാം ഒരു ഇതായി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻ കോർപ്പറേഷൻ കൗൺസിലർ VK ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊക്കൻപാറ ഡിവിഷൻ കൗൺസിലർ P മഹേഷ്, അഴീക്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി K മഹേഷ്, അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് S വിജയ്, കണ്ണൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് OK സന്തോഷ് കുമാർ, സെക്രട്ടറി M അനീഷ് കുമാർ, രവീന്ദ്രനാഥ് ചേലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.